Hello. Magic morning team. Magic morning. Magic morning. Yes, ma'am. Magic morning. Magic morning to all. Okay, thank you. Okay, Magic morning. കിടക്കാം. അപ്പൊ എല്ലാവരും പോസ്റ്ററും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രീ പ്രൈമറി TTC ട്രെയിനർ അതേപോലെ തന്നെ നമ്മുടെ BMagic മെമ്പറുമായിട്ടുള്ള അഫീഫ മാം ആണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഡിക്കേഷൻ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അഫീഫ മാം, മാം കേൾക്കാവോ? Hi, voice okay അല്ലേ? ഓക്കെ. Okay, thank you ഗോപിക. Hi, good morning dear. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്റെ വോയിസ് ഓക്കെ അല്ലേ? Yes, ma'am. Yes. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? Yes, ma'am. ഓക്കെ, താങ്ക് യു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഞാൻ ഇന്നലെ കിടക്കുന്ന സമയത്ത് ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എണീക്കണം, ടേബിൾ ടോക്ക്, അതിലൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു കിടന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് എണീക്കുന്ന സമയത്ത് ആ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ നാളെ ഹെൽത്തി ആയിട്ടിരിക്കണം, ഒത്തിരി എനർജറ്റിക് ആയിട്ടിരിക്കണം, അതുപോലെ നല്ല സുന്ദരിയായിട്ട് ഇതുപോലെ ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് നല്ലൊരു വൈബായിരുന്നു. എണീക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി സന്തോഷം, മനസ്സിന് വല്ലാത്തൊരു എന്നത്തെ ദിവസത്തിലേറെ ഒരു നല്ലൊരു എന്താ പറയാ ഈ ഒരു ദിവസത്തിന് ഒരു മനോഹാരിത ഫീൽ ചെയ്ത് എനിക്ക്. അതൊരു പക്ഷെ ഞാൻ ഈ ഒരു സെഷനോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ മാക്സിമം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഡെഡിക്കേറ്റഡ് പേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു BMagic സെഷൻ, അല്ലെങ്കിൽ ഈ BMagic കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ മൻസാറെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ റസാഖ് സാറെ പോലെ, സിന്ധു മാമിനെ പോലെയൊക്കെ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ടീം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇതിലുള്ള ആളുകളെ, അവരുടെ ആ ഒരു പ്രസൻസ്, നമ്മളടുത്ത് സംസാരിക്കുന്ന രീതി, അവരൊക്കെ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും എനർജി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ, ഈ ഒരു ഫാമിലിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മമാര്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പരിപാലിക്കുന്നത്. നമ്മൾ ഒന്നുമല്ലാത്ത എന്താ പറയാ, നമ്മളൊക്കെ ഒരു സമയം മുതൽ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വേറൊരു ലൈഫിലോട്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ മക്കളോട്, നമ്മൾ എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ അതിസുന്ദരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിപാലിക്കും അല്ലെ? നമ്മളിങ്ങനെ നമ്മളെന്ത് ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിലും, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യും, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതൊക്കെ എന്താണ്, നമ്മൾ ആ മക്കളോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ആണ് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ എപ്പോഴും പരാതി പറയും. ഞാനിന്ന് വ്യക്തിയൊക്കെ പറഞ്ഞാൽ എപ്പോഴും പരാതി, എന്നോട് തന്നെ ഞാനിങ്ങനെ പരാതി പറയും, എന്താ ഞാനിങ്ങനെ, ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താണ് ഞാൻ വിചാരിച്ച പോലെ ഒരു സന്തോഷം എനിക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്താ സക്സസ് ആവാത്തത് എന്നൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ പരാതിയൊക്കെ പറഞ്ഞ് ഞാൻ എന്നെങ്ങനെ എപ്പോഴും ഡൗൺ ആക്കാറുണ്ട്. ആ ഒരു സമയത്താണ് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ഞങ്ങളിങ്ങനെ പോയി. ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ചൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടുന്ന് ഒരു തീരുമാനമായിരുന്നു, ഒരു സർക്കസ്, ആ ഒരു ഏരിയയിൽ സർക്കസ് ഉണ്ടെന്ന് അറിഞ്ഞു, നമുക്ക് അവിടെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു എന്റെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട്. നമ്മൾ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു സംഭവം അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തെ വലിയതാക്കിയിട്ട് നമ്മളടുത്ത് പറയും, എന്നിട്ട് നമ്മളങ്ങ് കൊതിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച സമയമായിരുന്നു, നല്ല നട്ടുച്ചയായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഷോപ്പിങ്ങിന്റെ ഇടയിൽ പറഞ്ഞ് നമ്മൾ ഇപ്പം പോയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, നമുക്ക് ആ സർക്കസ് കാണാൻ പറ്റില്ല, നല്ല ക്രൗഡ് ആയിരിക്കും, നമുക്ക് ഇപ്പോഴേ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ സർക്കസിലെത്തി. ആ സമയത്താണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് അവിടെ ഒരൊറ്റ മനുഷ്യനില്ല. ഞങ്ങൾ 3 പേരല്ലാതെ വേറെ ആരും ആ സർക്കസ് ആ നട്ടുച്ചയ്ക്ക് കാണാൻ വന്നിട്ടില്ല എന്നുള്ളത്. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ആ കൺഫ്യൂഷനായി, തിരിച്ചു പോകണോ അല്ലെങ്കിൽ അത് കാണണോ, എന്താണ് ഞാൻ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് പിന്നെ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കണ്ടിട്ട് പോവാം. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, എന്റെയും എന്റെ കൂടെയുള്ള മറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളെന്ത് ചെയ്യാ, കളിയാക്കുക, അല്ലെങ്കിൽ അവളെ മാക്സിമം എന്ത് ചെയ്യാം, അവളെ ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കാന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം.
ഞങ്ങൾ എന്ത് ചെയ്ത് ഈ സർക്കസ് കൂടാരത്തിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ 3 തരത്തിലായിരുന്നു ടിക്കറ്റ്. 150, 200, 300 ആ രീതിയിൽ. അപ്പൊ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബാക്കിൽ പോയിരുന്നു. പക്ഷെ അവിടെ നല്ല ചൂടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 50 രൂപയും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്തു, 200 രൂപയുടെ ടിക്കറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഫാനൊക്കെ കിട്ടുന്ന സ്ഥലത്തോട്ട് മാറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കളിയാക്കുകയാണ്, ഇതെന്താ ഇത്, നമ്മൾ പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നത്. അങ്ങനെ ഒരു 1:30 ആയ സമയത്ത് ഇവര് ഒരു ബെല്ല് ഞങ്ങൾ കേട്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി സർക്കസ് ഷോ തുടങ്ങാനായിട്ടുണ്ട്. അപ്പൊ അപ്പോൾ ഞങ്ങൾ കളിയാക്കുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ ബോറൻ ഷോ ആയിരിക്കും, കാരണം കുറച്ച് പേരല്ലേ ഉള്ളൂ. ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലി അടക്കം 8 പേരാണ് ആകെ ആ ഒരു സർക്കസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബോറൻ ഷോ ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി കളിയാക്കാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അത് തുടങ്ങിയ സമയത്ത് അതിലുള്ള ആളുകള് അതിസുന്ദരമായിട്ട് തന്നെ, നല്ല സുന്ദരികളായിട്ട് നമ്മൾ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയില് നമ്മളൊക്കെ ആ സമയത്ത് ശരിക്കും ഷോക്കായി പോയിട്ടോ. ഇതിങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു 8 ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഷോ എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച് ഞങ്ങൾ അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുക. ആ സമയത്താണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇവര് കടന്നു വരുന്നത്. അതിലുള്ള ഒരു 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി തീരെ വയ്യ, കുട്ടിക്ക് കാലുകൊണ്ടാണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ആ കുട്ടി കരയുന്നുണ്ട്, എങ്കിൽ പോലും അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഷോ നടത്തിയപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ ഇംപ്രസ്ഡ് ആയി. ഞങ്ങൾ 8 പേരാണെന്നുണ്ടെങ്കിലും അവര് കളിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഷോ നടത്തുന്നത് ഒരുപാട് ആളുകളുള്ള രീതിയിലാണ്. അപ്പൊ ശരിക്കും ആ ഒരു സമയത്ത് എന്റെ ചിന്ത പോയത്, ഞാനെപ്പോഴും എന്നോട് പരാതി പറയും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്താ ഒന്നും കിട്ടാത്തത്, എന്താ എന്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ പരാതി പറയുമ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിക്കും, അഫീഫ നീ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പരാതി പറയുന്നത്, നീ എന്താ നിന്റെ ലൈഫിൽ നിന്റെ സക്സസിന് വേണ്ടിയിട്ട് നീ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ പിന്നെ എന്ത് അധികാരം, എന്ത് അർഹതയാണ് എനിക്ക് പരാതി പറയാന്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതി പറയുന്നത്? കാരണം ഞാൻ എന്റെ ലൈഫിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഷോ കണ്ട സമയത്ത് അവര് കാണിക്കുന്ന ആ ഡെഡിക്കേഷൻ, അത്രയും പെയിൻ അനുഭവിച്ചിട്ടായിരുന്നു ആ കുട്ടി അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കളിച്ചത്. ഈ വായില് കയറ് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മുകളിലോട്ട് കയറുന്ന ആ ഒരു സംഭവം ശരിക്കും ഞങ്ങൾ പേടിച്ചുട്ടോ. ഓൾറെഡി ആ കുട്ടി വയ്യ കരയുന്നത്, ചില ഷോ ഒക്കെ കാണിക്കുന്ന സമയത്ത് കുട്ടി കരയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഷോ നടത്തിയപ്പോ സത്യമായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ, ഞങ്ങൾ ആദ്യം ബോറായി കണ്ടിരുന്നു, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് എണീറ്റ് പോകാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഷോ മൊത്തമായിട്ട് കണ്ടു എന്നതാണ്. അപ്പൊ അതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ലൈഫിൽ ഡെഡിക്കേഷൻ എന്ന കാര്യം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഹാപ്പി ആവാൻ പറ്റാറില്ല. നമ്മളിങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. നമുക്ക് സേഫ് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളത്. ഒരു പക്ഷെ ഞാൻ എന്റെ ലൈഫ് സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ എന്റെ ഏത് ഭാഗമാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അന്വേഷിച്ച് നടന്ന സമയത്താണ് ഞാൻ ഈ ഒരു സർക്കസ് കൂടാരത്തിൽ എത്തിപ്പെടുന്നത്. ഒരു പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നത്. അന്ന് മുതൽ ഞാൻ മാക്സിമം ഞാൻ എന്റെ ലൈഫിൽ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ഈ പരാതി പറയുന്നത് ശരിക്കും നമ്മൾ ഒന്നും ചെയ്യാതെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പരാതി പറയുന്നത്. ഈ ഒരു എക്സ്പീരിയൻസോട് കൂടി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലൈഫിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി, അതുപോലെ പ്രയോറിറ്റി, ഈ കാര്യത്തോടൊപ്പം ഡെഡിക്കേഷൻ എന്ന് പറയുന്ന കാര്യവും നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സെഷന് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും സമയം എനിക്ക് വേണ്ടി തന്നതിന് ഞാൻ ബി മാജിക്കിനോട് നന്ദി പറയുന്നു. ഷെയ്ഖ് സാറോടും ടീമിനോടും. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്, മക്കള് മദ്രസിൽ പോവാനുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ടൈമും കൂടി പരിഗണിച്ചാണ് ഞാൻ കുറഞ്ഞ ഒരു വാക്കിൽ ഞാൻ എന്റെ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അഫീഫ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ മാമിന്റെ ഇപ്പൊ ലൈഫ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം എല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ആ സമയത്തിന് നമുക്ക് ലൈഫിൽ ഒരുപാട് സക്സസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് റിയലൈസേഷൻ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. സിന്ധു മാം. അഫീഫ, ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത് കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട്, ചിലപ്പോ കട്ടായി പോവാൻ സാധ്യത ഉള്ളതുകൊണ്ട്.
എന്തായാലും നല്ലൊരു ക്ലാസ് ആണ് എടുത്തത്, ടീമാണ് എടുത്തത്. കുറച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം എന്താ വെച്ചാൽ അനുഭവമാണല്ലോ എല്ലാറ്റിനും ഒരു ഗുരു പറയണത്. അപ്പൊ നമ്മള് എഫേർട്ട് എടുക്കാതെ നമ്മൾ ഒന്നിനും പരിശ്രമിക്കാതെ ഇരുന്നാൽ നമ്മൾ എവിടെ എത്തിപ്പെടാൻ പോണില്ല. അപ്പൊ ആ ഒരു സർക്കസ് കൂടാരത്തിൽ ആ ഒരു കുട്ടി അത്രയും എഫേർട്ട് എടുത്ത ആ കുട്ടി അത് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കണമെങ്കിൽ അത് എന്താ പറയാ, അവരുടെ അവരുടെ ജോലിയുടെ ഭാഗമാണത്. അപ്പൊ മാത്രമേ അവർക്ക് സർക്കസ് കളിച്ചാലല്ലേ അവർക്ക് അതിന് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് അങ്ങനെയാണ് പോണത്. പക്ഷെ നമ്മൾ അവിടെ എത്തി ആ ഒരു സർക്കസ് അവിടെ കാണിച്ചാലേ പറ്റുള്ളൂ. കാരണം നമ്മളെ കാണാനാണല്ലോ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത എല്ലാം കൂടി കലർന്ന കുട്ടി അതവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് തരുന്നത്. അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് സ്വയം പരാതി പറയാതെ, നമ്മള് മറ്റുള്ളവരെയും പരാതി പറയാതെ, നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് നമ്മൾ അതിലേക്ക് വിജയിക്കണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നല്ല എഫേർട്ട് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അതിനിറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതൊന്ന് മനസ്സിലായിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, താങ്ക് യു മോളെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഓക്കെ, അപ്പോ ഇതേപോലെ ഫീഡ്ബാക്ക് പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാം. ദെൻ ഇതേപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പലരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. പ്രീത മാം. ഹലോ, മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ മാം. ഹഫീഫ മാഡം, സൂപ്പറായിന്, നല്ല വണ്ടർഫുൾ ക്ലാസ്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഒരുപാട് കുറെ പ്രതീക്ഷിച്ചു ഞാൻ. പക്ഷെ ശരിക്കും മാമിന് കിട്ടിയ ഒരു അനുഭവം നമ്മുടെ പ്രവീണ മാമിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട് ഇപ്പോ ഏകദേശം. മാമിന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ശരിക്കും ഇത്തരത്തില് കുറച്ചു പേരെ നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാനുള്ള ഒരു കാര്യമുണ്ടല്ലോ, വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സർക്കസ് കൂടാരത്തിലെത്തി അവിടെ കണ്ടത്, അതുവരെ നമ്മൾ ഇരുന്ന് മാം ഇങ്ങനെ ചിരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോ ശരിക്കും നമ്മൾ ആ മാജിക്കിന് നമ്മുടെ ഇതുണ്ടായിരുന്നല്ലോ മീറ്റപ്പിന്, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വലി ചെയ്തിട്ട് വരികയായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് അത്രയും പേരുടെ മുന്നിൽ ആ സർക്കസ് കൂടാരത്തിൽ നിന്ന് അത്രയും പെയിൻ അനുഭവിക്കുന്ന ഒരു കുട്ടി വന്ന് ശരിക്കും അത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ മാമിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ. കാരണം നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് അതില്ല അത് പറഞ്ഞിരിക്കുന്നതല്ല. അവിടെ എത്ര പേര് കാണാനുണ്ടോ എന്നുള്ളത് അവർ നോക്കിയിട്ടില്ല. അവരുടെ ഷോ അവരുടെ മുന്നിൽ ശരിക്കും 100-ലധികം ആളുകൾ ഇരിക്കുന്ന ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് അവർ ആ ഷോ നടത്തിയത്. പക്ഷെ മാമിന് അത് ഇത്രയും നല്ലൊരു ഇൻസ്പിറേഷനിൽ എത്തുകയും അതേപോലെ ഈ ഒരു ക്ലാസ്സിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാമിന്റെ ഉള്ളിലുള്ള ആ ഒരു അഗ്നി തന്നെയാണ്. എന്തായാലും വളരെയധികം സന്തോഷമായി. ഇത്രയും ചെറിയൊരു കാര്യം നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കാൻ തരത്തിലുള്ള ഒരു ക്ലാസ് എടുത്തതിന് വളരെ താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഹഫീഫ മാഡം. ഓക്കെ, താങ്ക് യു പ്രീത മാം. ധനുജ് സർ. ഹലോ. ഓക്കെ സർ, ഓക്കെ. പറഞ്ഞോളൂ. ഓക്കെ, മാം പറഞ്ഞ ഡെഡിക്കേഷനെ കുറിച്ചിട്ടാണ് മാം പറഞ്ഞിട്ടുള്ളത്. അപ്പം ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം നമ്മൾ സർക്കസ് കൂടാതെ പോയപ്പോഴേക്കും അവിടെ കുറച്ച് പേര് ഫ്യൂ മെമ്പേഴ്സ് അവിടെ കാണാനുള്ളൂ. എന്നിട്ടും ആ ഒരു സർക്കസ് കൂടാരത്തിലെ ആൾക്കാർ, കാരണം അവർക്ക് വരുമാനം കിട്ടില്ല എന്നൊരു അവസ്ഥയിൽ പോലും അവർ ആ ഒരു ഡെഡിക്കേഷനിൽ അവർ ചെയ്തതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ വന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കേൾവിക്കാർ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡെസ്പ് ആവും. നമ്മൾ എടുത്ത ഒരു എഫേർട്ടും അല്ലെങ്കിൽ എനർജിയും ഒക്കെ വേസ്റ്റ് ആയി പോകുമല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യത്തില്ല, അപ്പൊ നമ്മളൊരു പ്രോപ്പർ രീതിയിൽ നമ്മൾ സംസാരിക്കാൻ അല്ല പ്രോപ്പർ രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കത്തില്ല. പക്ഷെ അവിടെ നമ്മളൊരു ഡെഡിക്കേഷൻ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവര് ആ സർക്കസ് കൂടാരത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇത്രയും ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർക്ക് കുറെ എന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ടും എനർജിയും എക്സ്പെൻസും വരുന്നുണ്ട്.
എന്നിട്ടും അവർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെഡിക്കേഷന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ സ്റ്റോറി തന്നെയാണ്. അപ്പം എന്റെ ലൈഫിൽ എന്ന് പറയാൻ പറ്റുന്ന സ്റ്റോറി എന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ അത് ബിഗിനിങ് ആണ്. അതായത് എന്റെ കയ്യിൽ പൈസ ഇല്ല, ഒട്ടും പൈസ ഇല്ലാത്ത സമയത്താണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എനിക്ക് ജോലിക്ക് പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഒരു സ്റ്റാഫ് വന്നു. ആ സ്റ്റാഫ് സമ്മതിച്ചിട്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്താൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതൊരു 2 വീക്സ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ആ ഒരു സ്റ്റാഫിന് മനസ്സിലായി ഇത് നിന്ന് കഴിഞ്ഞാൽ ആളെ സമ്മതിച്ചിട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആൾക്കൊരു ബെറ്റർ സാലറി കിട്ടത്തില്ല എന്ന് മനസ്സിലായി. ആള് പോയിട്ട് വേറൊരു സ്റ്റാഫ് എനിക്ക് വന്നു. പക്ഷെ ആ സ്റ്റാഫിനെ സംബന്ധിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കാനും ആള് സംബന്ധിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് കയറി വരാൻ പറ്റും എന്നുള്ളൊരു തോട്ടും ഉണ്ടായി. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പെരുമാറാനും സാധിച്ചു എനിക്ക്. അപ്പൊ ആളിപ്പോ എന്റെ കൂടെ തന്നെ ഇപ്പൊ 7 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്നെക്കാട്ടി ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ആയിട്ടാണ് ആള് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അവരോടൊരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ഡെഡിക്കേഷൻ കാണിച്ചെങ്കിൽ തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം അതും ഈ പറയുന്ന എനിക്കൊരു ഈ പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ധനുഷ് സർ. ധനുഷ് സർ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ വഴി പറയുമ്പോൾ ഇപ്പൊ അഫീമ വളരെ കുറഞ്ഞ ടൈമോടെ നമുക്ക് അത്ര റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡെഡിക്കേഷൻ എന്താണ് എന്നുള്ളത് അല്ലെ. ഓക്കെ, ഉണ്ണികൃഷ്ണ സർ. ഹലോ, മാജിക് മോർണിംഗ്, കേൾക്കാമോ? കേൾക്കാം സർ, പറഞ്ഞു. കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു സെഷൻ നമുക്ക് തന്നതിന് അഫീഫ മാമിന് വളരെയധികം നന്ദി. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഞാൻ 4-5 ഗ്രൂപ്പുകളിൽ എൻ്റെ വർക്ക് സംബന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അന്നേരം അവിടെയൊക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പിന്നീട് അവർ നമ്മളെ നമ്പർ വാങ്ങിക്കുകയും അതിനുശേഷം അവർ നമ്മളോട് നല്ലൊരു കോപ്പറേഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് തന്ന വർക്ക് എന്താണോ അത് നല്ല രീതിയിൽ അവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. അനുഭവ സമ്പത്തായുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നല്ലൊരു ഫീല് തന്ന അഫീഫ മാമിനും ബിമാജിക്കിനും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണ സർ. ഷാമിനി മാം. മാജിക് മോർണിംഗ് ആൾ. അഫീഫ മാം സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ സെഷൻ എടുത്തത്. തീർച്ചയായിട്ടും ഒന്നും കൂടി ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്ര തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇത്തരം ക്ലാസ്സുകള് ഒന്നും കൂടെ ചിന്തിപ്പിച്ച് നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സർക്കസ് സ്കൂൾ കാര്യത്തിലെ കാര്യം പറഞ്ഞത്, ആരുണ്ടെങ്കിലും കാണികളായിട്ട് എത്ര പേരുണ്ടെങ്കിലും അല്ല കുറച്ച് ആൾക്കാരുള്ളെങ്കിൽ എത്ര എണ്ണം നോക്കാതെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്ന് കുട്ടി ഡെഡിക്കേറ്റഡ് ആയി ചെയ്തു. സത്യമാണ്, നമ്മൾ ഇത്രയും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും, ഇപ്പൊ ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അങ്ങനെ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ എന്ത് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴും മുന്നിൽ എത്ര പേരുണ്ട് എന്താണെന്ന് നോക്കാതെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നമുക്കുള്ള റിസൾട്ട് വരും എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഷാമിനി മാം. മണി സർ. മാജിക് മോർണിംഗ് അഫീഫ മാം, വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല എക്സാമ്പിളോട് കൂടി, ഈ സർക്കസ് കൂടാരത്തിന്റെ ആ എക്സാമ്പിളോട് കൂടിയിട്ട് അവരുടെ ആ കലാകാരന്മാരുടെ ഒരു അർപ്പണ ബുദ്ധി അല്ലെങ്കിൽ മനോഭാവം അത് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെഡിക്കേഷൻ എന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മളെ ജീവിതത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ള ഒരു മെസ്സേജും കൂടി അതിൻ്റെ അകത്തുണ്ട്. ഏതായാലും ഓർമ്മ വന്നത്
അന്നത്തെ മീറ്റപ്പിന് നിങ്ങൾ വളരെ അർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ ആ സ്കിറ്റ് അവതരിപ്പിച്ചത് 100% വിജയത്തിലെത്തി എന്നുള്ളതാണ്. അതുപോലെ ബി മാജിക്കിന്റെ അർപ്പണ ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷന്റെ കാര്യം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് പലപ്പോഴും 50 ആളായാലും ശരി, 5 പേരാണെങ്കിൽ ശരി, ശരിയായ മെഡിറ്റേഷനും അതുപോലെ തന്നെ മീറ്റപ്പിനായാലും ശരി, ആ മീറ്റപ്പ് എങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് ആക്കാന്നുള്ള രീതിയിൽ പലപ്പോഴും സേഫ് സാറും റസാഖ് സാറും ഒക്കെ മെനക്കെട്ട് പെരുമാറിയിട്ടുണ്ട്. നമ്മൾ ഒരു മിനി ഊട്ടിയിൽ പോയ സമയത്ത് അവിടുന്ന് പതിവില്ലാതെ ഒരു മുകളിലേക്ക് ഒരു ട്രക്കിങ്ങിന് നമ്മൾ കയറി എല്ലാവരെയും നമ്മൾ ഒരു പ്രചോദനം നൽകി ആ ദിവസം ഒരു മനോഹരമാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവര് പെരുമാറി എന്നുള്ളതാണ്. നമുക്കതിൻ്റെ അകത്തുനിന്ന് നമ്മളെ ജീവിതത്തിലേക്ക് ഈ ഇതേപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ സംഗതികളും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ അത് ഈ ക്ലാസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാവരുടെ ലൈഫിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒരു ഉണ്ടാവും. കാര്യം പറയട്ടെ മോളെ ഗോപിക. അവള് ഇപ്പൊ മണിസാറ് പറഞ്ഞത് കേട്ടല്ലോ. നമ്മള് ഇപ്പൊ അവിടെ കാണികൾ 8 ആളുണ്ടായെന്ന് പറഞ്ഞ്, ഇപ്പൊ നമ്മളെ മെഡിറ്റേഷന്റെ സമയത്ത് ചിലപ്പോ നമ്മളെ ക്ലാസ്സിന്റെ സമയത്ത് വളരെയധികം കുറവ് ആളുകളുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഒരു 7 ആള് 8 ആളൊക്കെ ഉള്ള സമയത്തും നമ്മൾ 40 ആൾ 50 ആളുള്ള സമയത്തും ഒരേപോലെ എന്ന് പറയുന്ന പോലെ തന്നെ സേഫ് സാർ ആ മെഡിറ്റേഷന്റെ ലിങ്ക് ഇട്ടുകയും അത് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളെ നിത്യാനുള്ള ഈ ഒരു കാര്യങ്ങൾ ഇവിടെ മാറ്റി വെക്കുന്നില്ല. അപ്പൊ അത് തന്നെ നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നുള്ളൂ. അപ്പൊ എന്താ പറയാ, ഇന്നിപ്പോ 35 പേര് നമ്മളതിൽ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ തന്നെ നിത്യേന ഇനി മെഡിറ്റേഷനിലും ക്ലാസ്സിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഓക്കെ മാം. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സ്റ്റുഡൻസിന് ഫ്രീ എൻട്രി ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കാവോ? സുരേഷ് സർ, സുരേഷ് സർ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ സർ? എന്റെ പേര് സുരേഷ് എന്നാണ്. സ്വദേശം തിരൂരാണ്, മലപ്പുറം ജില്ലയില്. ഓക്കെ. അഡ്വർടൈസിംഗ് ആണ് ബൈ പ്രൊഫഷൻ. പിന്നെ കുറച്ച് സിനിമയിലൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ട്രെയിനിങ് ആണ് പുതിയ മേഖല. കഴിഞ്ഞ കുറച്ച് കാലം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഞാൻ സെഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അത് മാഡം പറയത് എന്നാണത്. ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല അനുഭവമായിരുന്നു. എല്ലാവരും കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. ഇനി കഴിയുന്ന ദിവസങ്ങളിലെല്ലാം വരാൻ ശ്രമിക്കാം. ഓക്കെ സർ, നമ്മുടെ ഈ ഒരു സെഷനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറയാവോ? നല്ല സെഷൻ ആയിരുന്നു. ഒരു അനുഭവത്തിൽ കൂടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന ഒരു കാര്യം, അത് വലിയ സംഭവം തന്നെയാണ്. ഒരു കണ്ണു തുറപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഇത് എല്ലാവർക്കും നമ്മൾ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ പലപ്പോഴും കാണാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇതിന് സാധാരണ കാഴ്ച മതിയാവില്ല, അകക്കാഴ്ച എന്ന് പറയുന്നത്. ഈ അകക്കാഴ്ച ഉണ്ടാവുന്ന വലിയ കാര്യമാണ്. നമ്മളൊരു കുഞ്ഞു കുട്ടി വന്നിട്ട് വലിയ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചത് വലിയ കാര്യം തോന്നി എനിക്ക്. താങ്ക് യു. ശ്രേയ ഉണ്ടല്ലോ മോളെ, ശ്രേയ ഒന്ന് വിളിച്ചോ. ശ്രേയ മാം കേൾക്കാവോ? ഹലോ ശ്രേയ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനും ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് ഞാനും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അശ്രയനെ വിളിക്കുമോളെ. അശ്രയ. ആശ്രയ. ഹലോ ആശ്രയ മാം കേൾക്കാവോ? ആള് പോയി തോന്നുന്നുണ്ട്. ഓക്കെ. കുഴപ്പമില്ല. എന്നാലും നമ്മളൊന്ന് ഒരാളെയും കൂടി ഞാൻ അതിൽ കണ്ടടാ, നോക്കട്ടെ ഒരു മിനിറ്റ്. നമ്മള് അതും പോയി തോന്നുന്നുണ്ട് കേട്ടാ.
ബീന സുനിൽ കുറെ ഈ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട്. ബീന സുനിൽ ഒന്ന് പറയാൻ ശ്രമിക്കണേ നന്നായിരുന്നു. നമ്മള് പഴയ ആൾക്കാരാ, ഒരു കുറെ വേറെ ആരും ഇതില് പുതുതായിട്ട് കാണാനില്ല. ബീന മാം, ബീന മാം, ഷീല മാം ഒക്കെ കുറെ സംസാരിച്ചു. ഹലോ. ഹലോ. പറഞ്ഞോളൂ. ലീല എന്നാണോ പറഞ്ഞേ? ഷീല മാമിനെയും ഓക്കെ, പറഞ്ഞു. മാജിക് മോർണിംഗ് ടു മാജിക് മോർണിംഗ് ടു ഓൾ. ഞാന് അനുഭവത്തിലൂടെയുള്ള കഥ മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ ഒരു അനുഭവത്തില്, ജോലിയുടെ ഒക്കെ അനുഭവത്തില്, നമ്മൾ ഏത് വർക്ക് ചെയ്താലും അതിനകത്തൊരു ഡെഡിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. നമ്മൾ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആണ് ഒരു വർക്ക് ചെയ്തേക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ആ വർക്ക് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ്. ആ പ്രോഗ്രാമിന്റെ എല്ലാ ഭാഗവും നമ്മൾ നോക്കി കണ്ടും ഇവളൊരു സാറ് പറഞ്ഞതുപോലെ ഉൾക്കാഴ്ചയോട് കൂടി കണ്ടില്ല എങ്കിൽ ആ പ്രോഗ്രാം ഫ്ലോപ്പ് ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ സർക്കസിന്റെ കാര്യവും. കാരണം ആ കുട്ടിക്ക് വയ്യെങ്കിലും അത് അതിന്റെ റെസ്പോൺസിബിലിറ്റി 100% കൈക്കൊണ്ടുകൊണ്ട് തന്നെ അത് എടുത്തത് കൊണ്ടാണ് ആ പ്രോഗ്രാം അത്രയും സക്സസ് ആയത് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നതും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിച്ചതും എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫിലും ഏതൊരു ചെറിയ വർക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയ വർക്കാണെങ്കിലും നമ്മളത് 100% ആത്മാർത്ഥതയോടുകൂടി ഡെഡിക്കേഷനോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്കത് പൂർണ്ണ സക്സസിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു പാഠം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഷീല മാം. ഓക്കെ, എനിവേ ഇനി ആരെങ്കിലും ഇതേപോലെ വല്ല എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ബഷീർ സർ. എല്ലാരും പറഞ്ഞില്ലേ, ഇനിയിപ്പോ മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. കേൾക്കാമല്ലോ? ഓ, കേൾക്കാം സർ, പറഞ്ഞു. ചെറിയൊരു ഉദാഹരണമാണെങ്കിലും വലിയൊരു കാര്യമാണ് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓഡിയൻസിനല്ല അവര് നോക്കുന്നത്, അവരവരുടെ പ്രൊഫഷനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അത്. അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും, ഞാൻ എപ്പോഴും എന്നോട് കമ്മിറ്റഡാ. ഞാൻ പുറമെയുള്ള ആളെ നോക്കില്ല, ഞാൻ എന്നോട് കമ്മിറ്റഡ് ആകുമ്പോൾ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റും. ഫിസിക്കൽ ഡിസിപ്ലിൻ ആയാലും ഫൈനാൻഷ്യൽ ആയാലും മെന്റൽ ആയാലും ഇതൊക്കെ ഞാനൊക്കെ ഒരു 10 കൊല്ലമായിട്ട് ഒരു ഗോൾ തന്നെ സെറ്റ് ചെയ്തിട്ട് ഡെയിലി ഒരു 5 മിനിറ്റ് എങ്കിലും ആ ഗോളിലേക്ക് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യും. അതിന്റെ ഫലം ഇപ്പൊ നമുക്ക് റിസൾട്ടായിട്ട് വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മളോട് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി നമ്മളോട് അറ്റാച്ച് ആവും. ഇയാളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി ചെയ്യും എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്തേക്ക് ഇങ്ങനെ ആള് തനിയെ വന്നോളൂ. നമ്മൾ അവരടുത്തേക്ക് പോകേണ്ടി വരുന്നില്ല. ഏത് ജോലിയിലും ഏത് ആൾക്കാരും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഓക്കെ, താങ്ക് യു അഫീഫ. ഗുഡ് ക്ലാസ്. പ്രവിതനെ വിളിക്കുമോളെ, പ്രവിത. ഓക്കെ ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ പ്രവിത മാം, നിങ്ങൾ സംസാരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരിക. നമ്മളിപ്പോൾ നമ്മുടെ ബിമാജിക് കമ്മ്യൂണിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ മുന്നോട്ട് വന്ന് തന്നെ സംസാരിക്കുക. നമ്മൾ ഒരാൾ പുഷ് ചെയ്യാനോ പുള്ള ചെയ്യാനോ നിൽക്കണ്ട. ഇനിവേ സംസാരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരിക. പ്രവിത മാം, ബിൻസി മാം, സുലേഹ മാം ഇവരൊക്കെ ഉണ്ട്. അപ്പോ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തും ഷെയർ ചെയ്യാം. എനിവേ സംസാരിക്കാൻ ഓക്കെ ആയിട്ടുള്ളവർ ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കുക കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇപ്പൊ കേറിയിട്ടുണ്ട് ഈ സെക്ഷനില്. ജസ്റ്റ് ആ ഒരു കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂസ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം ഏതായാലും പറഞ്ഞ കഥ കേട്ടു. ശരിക്കും എന്താ പറയാ, വളരെ നല്ല അനുഭവം. ജസ്റ്റ് ഒന്ന് കേറാൻ പറ്റുമോ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ അത് എന്തായാലും നല്ലൊരു വാല്യുബിൾ സ്റ്റോറി കേൾക്കും ചെയ്തു. അതിന്ന് നമുക്ക് ഡെഡിക്കേഷൻ എത്രത്തോളം നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാവും ചെയ്തു. ഓക്കെ, നാളെ മുതൽ ടൈമിന് തന്നെ കയറാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. കേറുന്നതിനോടൊപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാനും കൂടി ശ്രമിക്കണം കേട്ടാ. കാരണം നമ്മൾ ഒരാള് ക്ലാസ് എടുക്കുമ്പോ ആരുടെയും മുഖം കാണാതെ, ഇപ്പൊ ബഷീർ സാറ്, മണി സാറ്, ഞാനൊക്കെ വീഡിയോ ഓൺ ആക്കണ ആളാ. പക്ഷെ എനിക്ക് ഇന്ന് ചെറിയൊരു നെറ്റ് ഇഷ്യൂ കാരണം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ ശ്രമിക്കണേ.
എല്ലാരെയും കണ്ട് ക്ലാസ് എടുക്കുമ്പോ ഒരു രസമല്ലേ, പിന്നെ എല്ലാവർക്കും തമ്മിൽ തമ്മിൽ ഒന്ന് കാണും ചെയ്യാലോ. ഓക്കെ ഓക്കെ, വീഡിയോയുടെ കാര്യം അതിനിപ്പോ മേ ബി ഞാനും വീഡിയോ ഓഫ് ആണ്, ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കറന്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മാക്സിമം പറ്റുന്നവർ, കാരണം ഇപ്പൊ ലേഡീസ് ഒക്കെ മേ ബി ഒരുപാട് പേര് കിച്ചണിലൊക്കെ ഉള്ള ടൈം ആയിരിക്കും, പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യാം. ഓക്കെ, എനിവേ എന്താ നമ്മൾ ആൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സ് ഈ ഒരു സെഷനെ കുറിച്ച് ഫീഡ്ബാക്കും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും മുന്നോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഓക്കെ, സവിത മാം. മാജിക് മോർണിംഗ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡെഡിക്കേഷൻ എങ്ങനെ വേണമെന്ന് കൃത്യമായി പറഞ്ഞു തന്നൊരു ക്ലാസ് ആയിരുന്നു ഇത്. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും അർപ്പണ മനോഭാവത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിന് 100% റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ അങ്ങനെ ആവുമെന്ന് കാണിച്ചു തന്ന അഫീഫ മാമിന് വളരെയധികം നന്ദി. അപ്പൊ ഇത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിന്ധു മാം എടുക്കുന്ന എഫേർട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓരോരുത്തരെയും വിളിച്ച് അങ്ങനെ പറയൂ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നത്. സിന്ധു മാമിന് ഒരുപാട് നന്ദി. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സവിത മാം. ദെൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഒരു ഇവര് പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ നമ്മളോട് ഡെഡിക്കേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഏർലി മോർണിംഗിൽ എണീക്കുന്നത്, ഈ ഒരു ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു, ഈ സേവേഴ്സ് കൾച്ചർ നമ്മൾ പാലിക്കുന്നു. ഇനി ഡെഡിക്കേഷൻ എന്നുള്ളത് നമ്മൾ ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരുടെയും ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ഇനി എല്ലാവരും സ്വയം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക, വർക്കിലും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാം. ഇനി എല്ലാവരും സക്സസ്ഫുൾ റീച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഒരു ആൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സും സംസാരിച്ചിട്ടുണ്ട്. അഫീഫ മാം, താങ്ക് യു സോ മച്ച്. കാരണം ഈ ഒരു 10 മിനിറ്റ്സിന്റെ ഒരു ക്ലാസ് കൊണ്ട് അത്രയും നമുക്ക് റിയലൈസ് ചെയ്യാനും പറ്റി, കാരണം നമുക്ക് അത്രയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ. മാമിന്റെ പ്രസന്റേഷൻ ആയാലും ആ ഒരു വേർഡ്സ് ആയാലും എങ്ങനെയായാലും എനിക്ക് നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. Afifa ma'am. Thank you to all. താങ്ക് യു all.